നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 984th day. Today 28th sloka of Pratamaskandam 12th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 984 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകം. ഓം തത്സത്. ജിജ്ഞാസിതാത്മയാഥാർത്ഥ്യോ മുനേർവ്യാസസുധാദസൗ ഇത്വേദം നൃപഗംഗായാം യാസ്യത്യക് അഗുദോഭയം. ഓം തത്സത്. ജിജ്ഞാസിതാത്മയാഥാർത്ഥ്യോ മുനേർവ്യാസസുധാദസൗ ഇത്വേദം നൃപഗംഗായാം യാസ്യത്യക്കുതുഭോഭയം. ഓം തത്സത്. അതായത് പദം പിരിക്കേണ്ടത് ജിജ്ഞാസിതാത്മ യാഥാർത്ഥ്യം മുനേ വ്യാസസുധാത് അസോ ഹിത്വാ ഇദം നൃപ ഗംഗായാം യാസ്യതി അഗുദോഭയം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് ജിജ്ഞാസിതാത്മ യാഥാർത്ഥ്യ, ആത്മാവിനെക്കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന, അറിഞ്ഞ ആത്മാവിനെക്കുറിച്ച് എല്ലാ വിവരവും ഉള്ള മുനിയിൽ നിന്നും വ്യാസസുതാൻ വ്യാസപുത്രനായ, അതായത് ഈ മുനി എന്ന് പറയുന്നത് വ്യാസസുതനായിട്ടുള്ള ശുഗദേവനിൽ നിന്നും വ്യാസപുത്രനായിട്ടുള്ള ശുഗപുത്രനിൽ നിന്നും ശ്രീ ശുഗബ്രഹ്മർഷിയിൽ നിന്നും അസൗ ഈ രാജാവ് പരീക്ഷിത്ത്, ഈ കുഞ്ഞായിട്ടുള്ള ഈ കുട്ടി പിന്നീട് രാജാവായിട്ട് ഹിത്വ ത്യജിച്ചിട്ട് ഇതം ഈ ഭൗതിക ശരീരം നൃപ ഓ രാജാവേ, യുധിഷ്ഠിര അല്ലെങ്കിൽ ധർമ്മപുത്രരെയാണ് ഓ രാജാവേ എന്ന് ബ്രാഹ്മണന്മാർ വിളിക്കുന്നത്. ഗംഗാ തീരത്ത് വെച്ച് യാസ്യതി പ്രാപിക്കും അഗുദോഭയം ഭയമില്ലാത്ത സ്ഥാനം. അതായത് ഈ വ്യാസപുത്രനായ ശുഗദേവനിൽ നിന്നും ബ്രഹ്മർഷിയിൽ നിന്നും ആത്മജ്ഞാനം ലഭിച്ചതിന് ശേഷം അല്ലയോ രാജാവേ, അല്ലയോ ധർമ്മപുത്രരെ, ധർമ്മപുത്രരെ, യുധിഷ്ഠിരനെയാണ് ധർമ്മപുത്രരെ രാജാവേ എന്ന് വിളിക്കുന്നത്. പരീക്ഷിത്ത് ഈ ഭൗതിക ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്ത് വെച്ച് ഭയമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കും. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ച തന്നെയാണിത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇദ്ദേഹം ആ തൻ്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞ് പരമപദം പ്രാപിക്കും, ഹരിയെ അഭയം പ്രാപിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ എപ്രകാരമാണ് അഭയം പ്രാപിക്കുക എന്ന് പറയുകയാണ്. ഗംഗാതീരത്ത് വെച്ച് ശ്രീ ശുഗബ്രഹ്മർഷിയിൽ നിന്നും പരമമായ ജ്ഞാനത്തെ ലഭിച്ച് ഭഗവാന്റെ തൃപ്പാദത്തെ അഴയും. അജ്ഞാനങ്ങളെല്ലാം നശിച്ച് അദ്ദേഹം മൃത്യു വരുന്നതിന് മുന്നേ തന്നെ മൃത്യുവിനെ ജയിച്ച് തൻ്റെ ശരീരം മാത്രം മൃത്യുവിന് നൽകിയിട്ട് ആത്മാവിനെ ഭഗവാനിലേക്ക് ലയിപ്പിക്കും എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. ജിജ്ഞാസിതാത്മയാഥാർത്ഥ്യോ മുനേർവ്യാസസുധാദസോ ഹിത്വേദം നൃപഗംഗായാം യാസ്യത്യഗുദോഭയം. ഭയമില്ലാതെ ആ ഭഗവത്പാദത്തെ പ്രാപിക്കും. മരണമാണ് ഏറ്റവും വലിയ ഭയമെന്നാണ് പറയപ്പെടുന്നത്. എന്ത് ഭയമില്ല എന്ന് പറഞ്ഞാലും മരണത്തെ എല്ലാവർക്കും ഭയമാണത്രേ. മരണം വരുന്നത് ഭയമായിട്ടാണ്, ഭയത്തെയാണ് മരണം ഭയമാണ് എന്നാണ് പറയുന്നത്. അപ്രകാരമുള്ള ആ മരണത്തെ ഭയമില്ലാതെ അദ്ദേഹം സ്വീകരിക്കും. എന്തെന്നാൽ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണഭയം ഉണ്ടാവുകയില്ല. ശ്രീമദ് മഹാഭാഗവതവും
മരണഭയം ഇല്ലാതാക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് പറയുന്നത്. എന്തെന്നാൽ ജ്ഞാനം ലഭിച്ചവർക്ക് ഒരിക്കലും മരണഭയം ഉണ്ടാവുകയില്ല. ആത്മാവാണ് ഞാൻ എന്ന ബോധം ഉള്ളിലുണ്ടാക്കുന്നതാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. പിന്നീട് ശരീരത്തിനുണ്ടാകുന്ന മൃത്യു അവരെ ബാധിക്കുകയില്ല. അതുകൊണ്ട് അകുതോഭയം എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ശ്ലോകം എല്ലാവരുടെയും നന്മയ്ക്കായി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.